അശ്ലീല സന്ദേശ വിവാദത്തിൽ കുരുങ്ങിയ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാജിവെച്ചു. കോൺഗ്രസ് ഹൈക്കമാൻഡിന്റെ കർശന ഇടപെടലിനെ തുടർന്നാണ് രാജി. നിയമപരമായി തനിക്ക് എതിരെ പരാതിയില്ലെന്നും പാർട്ടിക്ക് വേണ്ടിയാണ് രാജിയെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അവകാശപ്പെട്ടു. നടിയുടെ വെളിപ്പെടുത്തലിന് പിന്നാലെ ഹൈക്കമാൻഡ് കടുത്ത നിലപാടെടുത്തു. ഹൈക്കമാൻഡിന് മുമ്പ് ലഭിച്ച പരാതികൾ കൂടി മുഖവിലക്കെടുത്തായിരുന്നു നീക്കം. കേരള നേതാക്കളോടുള്ള ആശയവിനിമയത്തിന് ശേഷം രാഹുലിന്റെ രാജി ആവശ്യപ്പെടാൻ യൂത്ത് കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകി. പിന്നാലെ രാഹുൽ മാങ്കൂട്ടൻ ദേശീയ നേതൃത്വത്തിന് രാജിക്കത്ത് നൽകി. തനിക്കെതിരെ നിയമപരമായ പരാതിയില്ലെന്ന് ചൂണ്ടിക്കാട്ടിയായിരുന്നു പ്രതിരോധം. ഈ രാജ്യത്തെ ഏതെങ്കിലും നിയമപരമായ സംവിധാനത്തിനകത്ത് എനിക്കെതിരായിട്ടൊരു പരാതിയുണ്ടോ? ഇനി പരാതി ആർക്കും കൊടുക്കാം. അപ്പം നിങ്ങൾക്കെതിരെ എനിക്കും പരാതി കൊടുക്കാം. എനിക്ക് പരാതി ചമപ്പിക്കാനും പറ്റും. അതെല്ലാം ചെയ്യാൻ പറ്റും. ഇന്നത്തെ കാലത്ത് അതൊക്കെ പറ്റും. പക്ഷേ ആ ചമയ്ക്കപ്പെട്ടൊരു പരാതി പോലും എനിക്കെതിരായിട്ട് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് സ്ഥാനം രാജിവെക്കുകയാണ്. ശബ്ദരേഖയെക്കുറിച്ചുള്ള ചോദ്യത്തിന് ഇത് ആർക്കുമുണ്ടാക്കാമല്ലോ എന്ന ചോദ്യത്തിൽ മറുപടി ഒതുക്കിയ രാഹുൽ തന്നോട് പരാതിക്കാര്യം VD സതീശൻ സംസാരിച്ചിട്ടില്ലെന്ന നിലപാടുമെടുത്തു. ഇന്നത്തെ കാലത്ത് ഇതൊന്നും സാധ്യമല്ലാത്ത കാലമൊന്നും അല്ലല്ലോ. എന്നെ പറ്റി ആ ആള് പരാതി പറഞ്ഞതായിട്ട് എനിക്കറിവില്ല. വ്യക്തിപരമായി എനിക്കറിവില്ല. എന്നോട് ശ്രീ VD സതീശൻ അതിനെപ്പറ്റി പറഞ്ഞിട്ടുമില്ല. തന്റെ ഭാഗത്താണ് ശരിയെന്ന് കാലം തെളിയിക്കുമെന്ന് നടി പ്രതികരിച്ചു. യാതൊരു കാരണവശാലും ഭയപ്പെടുന്നില്ല. ആ രീതിയിൽ ഭയപ്പെടുത്തി എന്നെ പിന്മാറ്റാനും സാധിക്കില്ല. എന്റെ ഭാഗത്താണ് ശരി എന്നുള്ളത് കൊണ്ട് അത് കാലം തെളിയിക്കും. ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ വരികയും ചെയ്യും. രാഹുൽ മാങ്കൂട്ടത്തെ കൊണ്ട് വേഗത്തിൽ രാജിവെപ്പിച്ചത് ചൂണ്ടിക്കാട്ടിയാവും ഇനി വിമർശനങ്ങളെ കോൺഗ്രസ് പ്രതിരോധിക്കുക. മീഡിയ 1 തിരുവനന്തപുരം.